എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഉലുവ കഷായമാണ്. ഈ ഒരു തണുപ്പ് കാലമായാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാത്തരം വേദനകൾക്കും വളരെ ഉത്തമമായ ഒന്നാണ് ഉലുവ കഷായം. നമുക്ക് ഈ റെസിപ്പിയുടെ വീഡിയോ തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഫോളോവറാണ്. എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കൂട്ടുകളെല്ലാം നമ്മുടെ ശരീരത്തിന് ഈ ഒരു സമയത്ത് ആവശ്യമായതുകൊണ്ടും കൊളസ്ട്രോളും ഷുഗറൊക്കെ മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഉലുവ കഷായം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവയുടെ കൂടെ തന്നെ നല്ല ജീരകം 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുത്ത് വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ ഉലുവയും ജീരകവും ഒക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊക്കെ ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. ചൂടായി വരുമ്പോഴേക്കും ഇതേപോലെ ഒന്ന് പൊട്ടിയൊക്കെ വരും. അതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു പാകം. ഇനി ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ഉലുവയും ജീരകവും നല്ലപോലെ ചൂടാറി വന്നിട്ട്